ഒരു ദിവസം വൈകുന്നേരം ശ്രീവിദ്യൻ രാവിലെ കൂടെ വിളിച്ചിട്ട്, ഞാൻ വീട് വെച്ച സമയം എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഞങ്ങളൊരു വീട് വെച്ച് അങ്ങനെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടു, സന്തോഷം തോന്നുന്നു. വലിയ നിലയിലെത്തി എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം. ഇത്രയും എന്താ പറയാ, ലൈഫിൽ ഓരോരോ കാര്യങ്ങളായിട്ട് അച്ചീവ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരു കഥ എന്ന് തന്നെ വീടിന് പേരിട്ടു, അതിലും ഭയങ്കര സന്തോഷം. ചിന്നേച്ചാലൊക്കെ ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര സന്തോഷാണ്. എന്ത് ചെയ്യാൻ വിളിച്ച സന്തോഷം. അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാത്ത അച്ചീവ്മെന്റ് ആണ് ശ്രീവിദ്യ നേടിയിരിക്കുന്നത്. ഇപ്പോൾ സത്യത്തില് 2018 കൊച്ചിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ കയറി കിടക്കുന്ന ഒരു സ്ഥലമില്ല. സുഹൃത്തുക്കളെ വിളിച്ച് ഈ പറഞ്ഞ പോലെ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ, എൻ്റെ ജീമ്പൂമ്പ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് 2019 കൂട്ടിനൊരു പെണ്ണില്ല എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോൾ കൊച്ചിയാണ് എനിക്ക് ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരിയെ തരുന്നത്. അതും വളരെ യാദർശികമായിട്ട് 2019 തുടങ്ങിയ നമ്മുടെ റിലേഷൻഷിപ്പ് ഏകദേശം 8 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണത്തിലോട്ടെത്തി. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ വന്നിട്ട് ചോദിച്ചത് ഒരു വീടുണ്ടാക്കുമായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, എടാ നിനക്ക് കാസർഗോഡ് വീടുണ്ട്, എനിക്ക് തിരുവനന്തപുരത്ത് വീടുണ്ട്, നമുക്ക് വീടായല്ലോ പിന്നെന്താ. അപ്പോൾ അച്ഛനും എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ പറഞ്ഞ പോലെ നമ്മളെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചത് കൊച്ചിയാണ്, നമുക്ക് കൊച്ചിയിലൊരു വീട് വേണ്ടേ. ഞാനൊന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എൻ്റെ 30ാമത്തെ അല്ലെങ്കിൽ 31ാമത്തെ വയസ്സിലൊരു വീട് ഞാൻ പണിയെന്നുള്ള കാര്യം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ വീടായ, ഞങ്ങളുടെ വീടായ കഥ എന്ന് പറയുന്ന ഞങ്ങളുടെ വീട്ടിലാണ്. കഥകൾ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഞങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു വീടായതുകൊണ്ട് കഥ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. സ്വന്തമായിട്ട് കൊച്ചിയിലൊരു വീട്, എന്താ പറയുക, കുറച്ചുകൂടെ ഇമോഷണലാണ്. നീ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു നന്ദുചേട്ടൻ കഥ പറഞ്ഞുണ്ടാക്കിയ വീട്, കഥയില്ലാത്ത എനിക്കൊരു വീട്. അതുകൊണ്ട് ഞങ്ങളുടെ വീടിന് വേറൊരു പേരെന്താന്ന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഇവിടെ ഇനി കഥ തുടരും. ഒരുപാട് കഥകൾ അല്ലേ? അത് വേണ്ടായിരുന്നു.